ആണ്ടുവട്ടത്തിലെ 14-ാം ഞായറിലേക്ക് വചനയാത്രക്കാർക്ക് സ്നേഹോഷ്മളമായ സ്വാഗതം. ഇന്നത്തെ വിചിന്തനം 7 പോയിന്റുകളായി ക്രമീകരിക്കുകയാണ്. 1. ശിഷ്യത്വം തീരുമാനമെടുക്കാനുള്ള വിളി. യഹൂദരിൽ നിന്ന് മാനസാന്തരപ്പെട്ട ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയാണ് വിശുദ്ധ മത്തായി സുവിശേഷ രചന നടത്തിയത്. യഹൂദർക്ക് സുപരിചിതനായ മോശയുടെ ഭാഗത്ത് യേശുവിനെ പുതിയ മോശയായി വിശുദ്ധ മത്തായി അവതരിപ്പിക്കുന്നു. യേശുവിൻ്റെ ജനനം, സ്നാപകയോഹന്നാൻ്റെ പ്രബോധനം 1 മുതൽ 4 വരെയുള്ള അധ്യായങ്ങളിൽ വിവരിക്കുന്ന മത്തായി 5 മുതൽ 7 വരെയുള്ള അധ്യായങ്ങളിൽ മലയിലെ പ്രസംഗവും അതിൻ്റെ വിശദീകരണങ്ങളും നൽകുന്നു. അവയാകട്ടെ ശിശുത്വത്തെക്കുറിച്ചുള്ള അറിവും നമുക്ക് നൽകുകയാണ്. മത്തായി 8 മുതൽ 9 വരെയുള്ള അധ്യായങ്ങളിൽ മോശ 10 അത്ഭുതം പ്രവർത്തിച്ചതുപോലെ യേശുവും 10 അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതായി വിശുദ്ധ മത്തായി രേഖപ്പെടുത്തുന്നു. മത്തായി 10-ാം അധ്യായത്തിൽ യേശു ശിഷ്യരെ അയക്കുന്നതും അവർക്ക് നൽകുന്ന നിർദ്ദേശങ്ങളുമാണ്. 11-ാം അധ്യായം സ്നാപകയോഹന്നാൻ്റെ ശിഷ്യരെയും സ്നാപകയോഹന്നാനെയും കുറിച്ചുള്ള സാക്ഷ്യവും അനുതപിക്കാത്ത നഗരങ്ങളെയും കുറിച്ചും യേശു പറയുന്നു. ഈ പശ്ചാത്തലത്തിലാണ് വിശുദ്ധ മത്തായിയുടെ തിരുവചനം 11-ാം അധ്യായം 28 മുതൽ 29 വരെയുള്ള വചനങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത്. ആ വചനം ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്: അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങൾക്ക് വിശ്രമം നൽകാം എന്നാണ് യേശു പറയുന്നത്. മത്തായി യേശുവിനെ പരിചയപ്പെടുത്തിയിട്ട് വായനക്കാരോട് അഥവാ നമ്മോട് പറയുന്നത് ഇതാണ്: 1. നിൽക്കുക, നോക്കുക, തീരുമാനമെടുക്കുക. തീരുമാനമെടുക്കേണ്ടത് യേശുവിനെ അനുഗമിക്കണമോ വേണ്ടയോ എന്നുള്ളതാണ്. അതിനുള്ള പശ്ചാത്തലങ്ങളാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ മത്തായി ക്രമീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ യേശുവിനെ അറിഞ്ഞ, മനസ്സിലാക്കിയ, പുതിയ മോസസായി ചിത്രീകരിക്കപ്പെടുന്ന ആ യേശുവിൻ്റെ പിന്നാലെ പോകണമോ വേണ്ടയോ എന്നുള്ളത് തീരുമാനമെടുക്കുക. അതുകൊണ്ടാണ് യേശു പറയുന്നത്, നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങൾക്ക് വിശ്രമം നൽകാം എന്ന് പറഞ്ഞാൽ യേശുവിനോടൊപ്പമുള്ള ഒരു യാത്ര ചെയ്ത് തുടങ്ങാനുള്ള ഒരു തീരുമാനം എടുക്കണം എന്നുള്ളതാണ് ആവശ്യപ്പെടുന്നത്. അത് സ്വന്തം മനസ്സോടുകൂടി, സ്വാതന്ത്ര്യത്തോടുകൂടി, ബോധപൂർവം ചെയ്യേണ്ട ഒരു പ്രക്രിയയാണ്. ആ പ്രക്രിയയിലേക്ക് വരുവാനാണ് ഇന്ന് 1-ാമത്തെ ചിന്തയിൽ വിശുദ്ധ മത്തായി നമ്മെ വിളിക്കുന്നത്, ഓർമ്മപ്പെടുത്തുന്നത്. ക്രിസ്തു ശിഷ്യത്വം എന്നത് തീരുമാനമെടുക്കാനുള്ള വിളിയാണ് എന്നത്. 2. ശിഷ്യൻ ശിശുക്കൾക്ക് വെളിപ്പെടുത്തുന്ന ദൈവത്തെ അനുഗമിക്കണം. ശിശുക്കൾ നിഷ്കളങ്കരാണ്, ആശ്രയബോധമുള്ളവരാണ്, പ്രതികാര ബുദ്ധിയില്ലാത്തവരാണ്, അത്ഭുതപ്പെടാനുള്ള കഴിവുള്ളവരാണ്, എല്ലാം സ്വീകരിക്കുന്ന മനസ്സുള്ളവരാണ്. ശിശുവിനെ പോലെയുള്ള മനസ്സുള്ളവർക്കാണ് ദൈവിക വെളിപാട് സ്വീകരിക്കാനാകുന്നതെന്ന് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3:8 സൂചനയുണ്ട്. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. മത്തായി 5:8 എന്ന വെളിപാട് സ്വീകരിക്കാൻ ശിശുക്കളെ പോലെ നിഷ്കളങ്കരാകണം, ദൈവപരിപാലനയിൽ ആശ്രയിക്കണം. ലൂക്കാ 12:22 മുതൽ 31 വരെ. കർത്താവിൻ്റെ പ്രതികാരദിനം പ്രഖ്യാപിക്കുന്ന ഏശയ്യയുടെ വാക്കുകൾ വിട്ടുകളഞ്ഞുകൊണ്ട് ഏശയ്യ 61:2, ദൈവരാജ്യ പ്രഘോഷണം ചെയ്യുന്ന ലൂക്കാ 4:18, യേശുവിനെ സ്വീകരിച്ചുകൊണ്ട് ലോകത്തെ വിസ്മയിപ്പിക്കുന്നവനാകണം ശിഷ്യൻ. അപ്പോൾ ശിശുവിനടുത്ത ഗുണഗണങ്ങളോടുകൂടി ദൈവിക വെളിപാടുകൾ മനസ്സിലാക്കുവാൻ ശിഷ്യൻ എപ്പോഴും ശ്രമിക്കണം. അതുകൊണ്ട് തന്നെ ശിഷ്യൻ ബുദ്ധി കൊണ്ടെന്നതിനേക്കാൾ ഉപരി ഹൃദയം കൊണ്ട് യേശുവിനെ അനുഗമിക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. 3. ക്രിസ്തു ശിഷ്യൻ്റെ സിദ്ധികൾ. ജ്ഞാനവും ഗ്രഹണവുമാണ് ക്രിസ്തു ശിഷ്യന് ദൈവം നൽകുന്ന പ്രത്യേക സിദ്ധികൾ. വിജ്ഞാനം അഥവാ ജ്ഞാനം തിരസ്കരിക്കുന്നവൻ
ക്രിസ്തു ശിഷ്യനാകരുത്. ഓസിയ 4:6. ക്രിസ്തു ശിഷ്യൻ കാലത്തിൻ്റെ സൂചനകളെ വായിച്ചറിയേണ്ടവനാണ്. വായിച്ചറിഞ്ഞില്ലെങ്കിൽ മന്ദബുദ്ധികളെ ഭോഷന്മാരെ എന്ന് ദൈവം പറയും. മത്തായി 16:3, ലൂക്ക 24:25. 4. ക്രിസ്തു ശിഷ്യൻ ലൗകിക വിജ്ഞാനത്തിൽ നിന്ന് വ്യത്യസ്തനും വ്യതിരിക്തനുമാകണം. ഈ ലോകത്തിലെ ബുദ്ധിമാന്മാരും വിവേകമതികളുമായ നിയമജ്ഞരിൽ നിന്നും ഫരിസേയരിൽ നിന്നും തികച്ചും വ്യത്യസ്തരായിരിക്കണം ക്രിസ്തു ശിഷ്യൻ. ഈ ലോകത്തിൻ്റെ വിജ്ഞാനം ദൈവത്തിന് ഭോഷത്വമാണ്. 1 കൊരിന്ത്യർ 3:19. അക്കാരണത്താൽ എല്ലാം ദൈവമഹത്വത്തിനായി ചെയ്യണം. 1 കൊരിന്ത്യർ 10:31. ആയതിലേക്ക് ഹൃദയം തുറന്ന് പെരുമാറണം. 2 കൊരിന്ത്യർ 6:13. ക്രിസ്തു ശിഷ്യൻ മാനുഷിക വിജ്ഞാനത്തിനപ്പുറത്ത് ക്രൂശിതനെക്കുറിച്ച് അറിയുന്ന വിജ്ഞാനിയാകണം. 1 കൊരിന്ത്യർ 2:5, 2-ാം അധ്യായം 2-ാമത്തെ വചനം. 5. ക്രിസ്തു ശിഷ്യൻ മതജീർണതകൾക്കപ്പുറം പോകണം. സ്വയം നീതിമാന്മാരും പരിശുദ്ധരുമെന്ന് സ്വയം അഭിമാനിക്കുകയും അഹങ്കരിക്കുകയും ചെയ്തിരുന്ന നിയമജ്ഞരും ഫരിസേയരും നിയമത്തിൻ്റെ വ്യാഖ്യാനങ്ങളിലൂടെയും ഉപവ്യാഖ്യാനങ്ങളിലൂടെയും മനുഷ്യരുടെ മേൽ അടിച്ചേൽപ്പിച്ചത് 613 അരുതുകളും അനുവാദങ്ങളുമായിരുന്നു. നിയമ അവഗാഹം മൂലം സാമാന്യ ജനങ്ങളെ ഭാരപ്പെടുത്തി ജീവിതം ദുസ്സഹമാക്കി. ലൂക്ക 11:46. യേശു ആഗ്രഹിക്കുന്ന ക്രിസ്തു ശിഷ്യൻ മതജീർണതകൾക്കപ്പുറം പോയി 3 കാര്യങ്ങൾ ചെയ്യണം. 1 നീതി, 2 കാരുണ്യം, 3 വിശ്വസ്തത. മത്തായി 23:23. 6. ക്രിസ്തു ശിഷ്യൻ യേശുവിൻ്റെ മുഖം വഹിക്കണം. യേശുവിൽ നിന്ന് പഠിക്കണം. ഹെബ്രായ ഭാഷയിൽ മാസ എന്നും ഗ്രീക്ക് ഭാഷയിൽ സുഗോസ്, ഫോർത്തിയോൺ എന്നീ വാക്കുകളുമാണ് നുകം എന്ന വാക്കിന് ഉപയോഗിച്ചിരിക്കുന്നത്. എല്ലാവിധ ഭാരങ്ങളെയും നുകം എന്നാണ് ബൈബിൾ വിളിക്കുന്നത്. അടിമത്തത്തിൻ്റെയും തദ്വാര അനുസരണത്തിൻ്റെയും പ്രതീകമായിട്ടാണ് നുകത്തെ കാണാൻ കഴിയുക. ജെറമായ 5:5, സങ്കീർത്തനം 2:3. 5-ാമത്തെ നമ്പറിൽ പറഞ്ഞിരിക്കുന്ന മതജീർണതകൾക്കപ്പുറം പോകാനുള്ള വിളിയാണ് യേശുവിൻ്റെ മുഖം വഹിക്കലും യേശുവിൻ്റെ വചനങ്ങൾ പഠിക്കലും പ്രാർത്ഥിക്കലും ധ്യാനിക്കലും വ്യാഖ്യാനിക്കലും. യേശുവിനെ പോലെ പിതാപുത്ര ബന്ധത്തിലൂന്നിയ ദൈവഹിത പൂർത്തീകരണമാണ് യേശുവിൻ്റെ മുഖത്തിൻ്റെ അതുല്യത. നിയമത്തെയും പ്രവാചകന്മാരെയും 2 പ്രമാണങ്ങളിൽ ഒതുക്കുകയും യേശു സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞ യേശുവിൻ്റെ ഭാരം ലഘുവും നുകം മൃദുവുമാണ്. യോഹന്നാൻ 13:34, 15:12. സ്നേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ എല്ലാവരെയും എല്ലാറ്റിനെയും വ്യത്യസ്തമാക്കും. 1 കൊരിന്ത്യർ 13-ാം അധ്യായം 1-13 വരെയുള്ള വചനങ്ങൾ. 7. ക്രിസ്തു ശിഷ്യൻ AI-യിൽ നിന്ന് FH-ലേക്കുള്ള യാത്ര ചെയ്യുന്നവനാണ്. മനുഷ്യബുദ്ധി നിർമ്മിത ബുദ്ധിയെ രൂപപ്പെടുത്തി. ഹ്യൂമനോയിഡുകളുടെ പിറവിയെ അടയാളപ്പെടുത്തി. മനുഷ്യമഹത്വത്തെ നിഹനിക്കുന്ന അതിബുദ്ധിയും നിർമ്മിത ബുദ്ധിയും കാരണം കൊലയും ബോംബാക്രമണവും കൊള്ളയടിക്കലും വെട്ടിപ്പിടിക്കലും സുലഭമാകുന്നു. മതവും തത്വചിന്തകളും എല്ലാം സുലഭമാക്കുന്നു. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വളരുന്നതോടൊപ്പം വളരേണ്ടതാണ് മാംസളമായ ഹൃദയങ്ങൾ അഥവാ ഫ്ലഷ് ഹാർട്ട്സ്. ലയോ 14-ാമൻ പാപ്പ ഉയർത്തുന്ന മനുഷ്യമഹത്വം അത് പുനഃസ്ഥാപിക്കാൻ ഇന്നിൻ്റെ ലോകത്തിലേക്ക് ആവശ്യമായിരിക്കുന്നത് ക്രിസ്തു ശിഷ്യരെയാണ്. ചിന്തിക്കാം, തീരുമാനിക്കാം, ശിഷ്യരാകാം, ശിഷ്യത്വത്തിലേക്ക് ഉണരാം, ശിഷ്യത്വത്തിൽ വളരാം.
ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. സ്നേഹപൂർവ്വം, ഫാദർ നിക്കോളാസ് ടി.